നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറെ ക്ഷീണിതനായിട്ടാണ് അദ്ദേഹം നിലവിൽ മുന്നോട്ട് പോകുന്നത്. വലിയ ആശങ്ക തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനായി ഏവരും പ്രകടിപ്പിക്കുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ ഈ അവസരത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതിനേക്കാൾ, കാണപ്പെട്ടതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ശ്വാസതടസ്സം നേരിട്ടു എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. പോപ്പ് അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് വത്തിക്കാൻ നിലവിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ ഭയപ്പെടേണ്ടതായ ഒന്നും തന്നെ ഇല്ല എന്നുള്ള സൂചന ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി ഗുരുതരമായി തന്നെ മുന്നോട്ട് പോകുന്നു. മാർപ്പാപ്പ അപകടനില തരണം ചെയ്തില്ല എന്ന് ശനിയാഴ്ചയും മെഡിക്കൽ ബുള്ളറ്റിലൂടെ സംഘം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ വിവരം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം അല്പം മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും ഇന്നലെ രാവിലെ സ്ഥിതി പെട്ടെന്ന് മോശകരമായി മുന്നോട്ട് പോവുകയായിരുന്നു. തുടർച്ചയായ അദ്ദേഹത്തിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ഓക്സിജൻ നൽകേണ്ടി വന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു. അതുമൂലം വിളർച്ചയും സ്ഥിരീകരിക്കുകയുണ്ടായിരുന്നു. പകരമായി വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് രക്തം മാറ്റി നൽകുകയും ചെയ്തു. അടുത്ത ആഴ്ച കൂടി ആശുപത്രിയിൽ ഇദ്ദേഹം തുടരേണ്ടി വരും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ ഡോക്ടർ സെർജിയോ ആൽഫിയേരി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഒന്നും തന്നെ മറച്ചു വയ്ക്കരുത്. ജനങ്ങൾക്കത് അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അത് തുറന്നു പറയണമെന്നാണ് മാർപ്പാപ്പ ഡോക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. റോമിലെ ജെമിലി ആശുപത്രിയിലാണ് മാർപ്പാപ്പ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. നേരത്തെ പോപ്പിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നുള്ള സൂചന മാധ്യമങ്ങൾ നൽകിയിരുന്നു. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ഗുരുതരമായ പ്രതിസന്ധിയാണ് പോപ്പ് നേരിടുന്നത് എന്ന് വത്തിക്കാനും വ്യക്തമാക്കിയിരുന്നു. പ്രായാധിക്യം തന്നെ രോഗത്തെ കൂടുതൽ സങ്കീർണമാകുന്നു. അദ്ദേഹത്തിന് 88 വയസ്സുണ്ട്. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ഫെബ്രുവരി 14 ജെമിലി ആശുപത്രിയിൽ പോപ്പിനെ പ്രവേശിപ്പിച്ചത്. ചെറിയ പ്രായത്തിലെ തന്നെ ശ്വാസകോശ അണുബാധയെ തുടർന്ന് മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു. 20കളുടെ തുടക്കത്തിൽ തന്നെ ഈ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ഇതുകൂടാതെ കാൽമുട്ടുകളിലെ വേദന ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് വീൽചെയറും വാക്കിംഗ് സ്റ്റിക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. 2023 ന്യൂമോണിയ ബാധയെ തുടർന്ന് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതേ വർഷം തന്നെ അദ്ദേഹത്തെ ഹെർണിയ ശസ്ത്രക്രിയയ്ക്കും വിധേയനാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാ രൂപതകളിലും ഇടവകകളിലും പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്നാണ് CBCA അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേഗത്തിലുള്ള തിരിച്ചുവരവിനായി ലോകം തന്നെ പ്രാർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.